വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ ഒരാൾ ഭയങ്കര ശക്തനാണ്, മല്ലനാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹീസ് എ ബോഡി ബിൽഡർ, ഇങ്ങനെ തെറിപ്പിച്ചോളെ. എന്നാൽ അകത്ത് ശക്തിയുള്ളൊരു മനുഷ്യൻ, അതായത് ഇന്നർ സ്ട്രെങ്ത് എന്നുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് അവസാനം വരെ മുഴുവനും കാണുക, നോട്ട്സ് കുറിച്ചെടുക്കുക. ഇതിനിടയിൽ നിങ്ങളെ വിരൽത്തുമ്പുകൾ ഈ വീഡിയോ ലിങ്കുകൾ ഫോർവേഡ് ചെയ്ത് ഷെയർ ചെയ്ത് അനേകർക്ക് ഇപ്പോൾ തന്നെ ഒരു സമ്മാനമായിട്ട് അങ്ങ് ചെയ്യുക. മാത്രമല്ല ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം ഇതിലൂടെയാണ് അധികവും ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറൈറ്റ്, ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. 1-2 പേരുണ്ട് ഇന്നത്തെ സ്പോൺസേഴ്സ് ആയിട്ട്. ആദ്യത്തേത് ഒരു വെൽവിഷനാണ്, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഒക്ടോബർ 17 മകൻ ജോസഫ് മാത്യുവിന്റെ ജന്മദിനമായിരുന്നു. അപ്പൊ ഇതുവരെ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോസഫ് മാത്യുവിനായി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ പൂർണ്ണമായും യേശുവിലാകുവാനും ആത്മീകമായും ഭൗതികമായും ഉയർച്ച ഉണ്ടാകുവാനും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മുളവനിയിൽ നിന്ന് ആലീസ് തോമസ് ആണ് അടുത്ത നമ്മുടെ സ്പോൺസർ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വർക്ക് പെർമിറ്റ് എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ, IT മേഖലയിൽ തന്നെ ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകന്റെ നല്ല വിദ്യാഭ്യാസത്തിനും അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കുമായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മൂന്നാമതായിട്ട് മുളവനയിൽ നിന്ന് തന്നെ ജോർജ് കുട്ടി എന്ന് പറയുന്ന അടുത്ത വ്യക്തിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ അസ്വസ്ഥതകളും അസുഖങ്ങളും എല്ലാം അവരെ വിട്ട് മാറിപ്പോകട്ടെ. 2 മക്കളുടെയും നല്ല വിദ്യാഭ്യാസത്തിനും അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കുമായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Thank you so much. Especially belated happy birthday to Joseph Matthew. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഇതുപോലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുകയും ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് ദയവായി നോട്ട് ചെയ്ത് വയ്ക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, കുറിച്ച് വയ്ക്കാം. കൂടാതെ വളരെ ചെറിയ തുകകൾ കൊടുത്തു പോലും ഈ പ്രേക്ഷിത വേലയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം. അതിനുശേഷം എനിക്കൊരു സാക്ഷ്യം കേട്ടാൽ കൊള്ളാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനീ, സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനീ, സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ദൂതരും സർവസൃഷ്ടികളും വാഴ്ത്തും ദൈവമേ, സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവസൃഷ്ടികളും വാഴ്ത്തും ദൈവമേ, സകലനാമം
പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ആരാണ് സാക്ഷ്യം പറയുന്നത്? എനിക്ക് തോന്നുന്നു ഈ മോളുടെ പേര് ശിവകാമി എന്നാണ്. Okay. വൈക്കത്ത് നിന്നിട്ടാണ് എനിക്ക് തോന്നുന്നു. നമുക്കൊന്ന് കേട്ട് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ അങ്കിൾ. എൻ്റെ പേര് ശിവകാമി മനു. വൈക്കത്തു നിന്നാണ് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നത്. ഈ ഓഡിയോ മെസ്സേജ് യേശുപ്പച്ചൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തായിരുന്നു. ഡാമീൻ അങ്കിളിന് പേഴ്സണലായിട്ടും ഞാൻ എൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരു പ്രെയർ റിക്വസ്റ്റ് അയച്ചായിരുന്നു. ഡാമീൻ അങ്കിൾ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ഡ്രീം കോളേജായ എറണാകുളത്തെ സെൻറ് തെരേസാസിലെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ പ്രെയർ ഡയറിയിൽ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് 61 റാങ്ക് ആയിരുന്നു. 40 സീറ്റ് ഓൾറെഡി സെലക്റ്റായി. ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായി. അടുത്ത ആഴ്ചയിൽ തന്നെ 11 റാങ്കിൽ നല്ലൊരു കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടെ ചേരുകയും ചെയ്തു. അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അത്ഭുതം തന്നെ എന്ന് പറയാം. ഒക്ടോബർ 7 വൈകുന്നേരം എനിക്ക് സെൻറ് തെരേസാസ് കോളേജിൽ നിന്ന് ഒരു കോൾ വന്നു. അവിടെ ഒരു വേക്കൻസി ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് തന്നെ എനിക്ക് ഒരു വേക്കൻസി അവിടെ കിട്ടി. എൻ്റെ യേശുപ്പച്ചൻ 20 പേർക്ക് മുകളിൽ എനിക്കൊരു സീറ്റ് അവിടെ തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അവിടെ ചേരുകയും ചെയ്തു. എത്രത്തോളം നന്ദി പറഞ്ഞാലും പോരാ എൻ്റെ അപ്പന്. താങ്ക് യു സോ മച്ച് അപ്പ, താങ്ക് യു സോ മച്ച്. എൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു. സൂപ്പർ. എന്ത് രസമായിട്ടാ ശിവകാമിയുടെ സാക്ഷ്യം. Testimony. വെൽ പ്രിപ്പയർഡ് അല്ലേ? അതുകൊണ്ട് എനിക്ക് ടെസ്റ്റിമണി തരുന്നവരോട് എനിക്കൊരു സജഷൻ ഉണ്ട് ബ്രദറെ. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രോഗത്തിൽ നിന്ന് വിടുതലുണ്ടായി, ഒരു സാമ്പത്തിക വിടുതലുണ്ടായി, അപ്പോൾ തന്നെ വേറൊരു കാര്യത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ ഒന്നിച്ച് പറയുമ്പോൾ 5 മിനിറ്റ് 6 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ ആയിപ്പോൾ. നമ്മുടെ മോർണിംഗ് ഗ്ലോറി പ്രോഗ്രാം ആകെ 30 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരൊറ്റ സാക്ഷ്യം, അത് ചിലപ്പോൾ രോഗസൗഖ്യമായിരിക്കും, അതൊരു 1 മിനിറ്റിനുള്ളിൽ അതങ്ങ് പറയുക. പിന്നെ ഒത്തിരി എന്താ പറയുക, ഇന്ന ആളാണ്, ഇന്ന മിനിസ്റ്ററാണ്, ഇന്ന ബ്ലെസ്സിങ്സ്, ഇതൊന്നും വേണ്ട. നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, അത് പല കാര്യങ്ങളുണ്ടെങ്കിൽ പലവട്ടം കട്ട് ചെയ്തിട്ടുള്ള ഓരോ ഓഡിയോ ഫോമാറ്റിൽ നൽകുകയാണെങ്കിൽ ഞങ്ങളുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിനും വളരെ എളുപ്പമായിരിക്കും. എഡിറ്റിങ്ങുകളൊന്നും ആവശ്യമില്ലാതെ തന്നെ അത് പ്ലേ ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈലിൽ നിന്ന് അത് പ്ലേ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ തന്നിട്ടുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പലതും പ്ലേ ചെയ്യാൻ പറ്റാതെ ആയിപ്പോയത്. അതിൽ പലതിനും ശബ്ദം ചിലതിൽ കുറവാണ്. ചിലതിൽ വണ്ടി ഓടുന്ന ശബ്ദവും പിന്നെ ഈ കോഴിയുടെ ശബ്ദവും പട്ടിയുടെ ശബ്ദമൊക്കെ വരും. അങ്ങനെ ബഹളമയമായൊരു അന്തരീക്ഷത്തിൽ പ്ലേ ചെയ്യുമ്പോൾ പലരും കംപ്ലൈൻറ്റ് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ശബ്ദമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി വളരെ അടുപ്പിച്ച് പിടിച്ച് ക്ലിയറായിട്ട് പ്രിപ്പയർഡായിട്ട് പറയുക. അപ്പോൾ എല്ലാവർക്കും വ്യക്തമാവും. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ശിവകാമി പറഞ്ഞത് വളരെ രസമായിട്ടാണ്. അതുപോലെ ഒരു ശ്രീകല പറഞ്ഞ ടെസ്റ്റ്, ശ്രീകലയുടെ ക്ലിയർ ആയിട്ട് വണ്ടർഫുൾ വണ്ടർഫുൾ. ഓൾറൈറ്റ്, ഇന്നത്തെ നമ്മുടെ ഭാഗത്തിലേക്ക് പോയി. ഇന്നൊരു ഭാഗം വായിക്കണം. എല്ലാവരും ബൈബിൾ തുറക്കുക. ബൈബിൾ കൈവശം ഉണ്ടെങ്കിൽ ബൈബിൾ തുറക്കുക. നമ്മൾ വായിക്കേണ്ടത് എഫേസ്യൻസ്. പുതിയ നിയമത്തിൽ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 19 വരെ. എഫേസ്യൻസ് 3:16-19. അവൻ മലയാളത്തിൽ വായിച്ചു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശക്തിയോടെ ബലപ്പെടണം. പിന്നെ
ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. അത് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. നമ്മൾ പ്രാർത്ഥന ഡയറിയിലൊക്കെ എഴുതി വെക്കുന്ന എന്തൊക്കെ വേണ്ടിയിട്ടാണ്? വാടക വീട് മാറി നല്ലൊരു വാടക വീട് അത് കൊള്ളാം. നല്ലൊരു സ്വന്തം വീട് കിട്ടണം, വണ്ടി കിട്ടണം, കല്യാണം നടക്കണം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അഡ്മിഷൻ ലഭിക്കണം, അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പം അതല്ല, അതൊരു ലെവലാണ്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ, അന്നുള്ള ആഹാരം, ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന, അതൊരു ലെവലാണ്. എന്നാൽ നമുക്ക് പ്രാർത്ഥനയിലൊരു വളർച്ച ആവശ്യമാണ്. അങ്ങനെ വളരുമ്പോൾ പൗലോസിൻ്റെയൊക്കെ ലെവലെന്ന് പറഞ്ഞാൽ വളർന്ന് ഇന്നലെ നമ്മൾ ക്രിസ്തുവിനോളം വളരുന്ന, ക്രിസ്തുവിൻ്റെ തലയോളം ആ ലെവലിലേക്ക്, എന്ന് വെച്ചാൽ എർത്ത്ലി ഫോക്കസ് മാറി ഹെവൻലി ഫോക്കസിലേക്ക് മാറുമ്പോൾ, ഫിസിക്കൽ ഫോക്കസ് മാറി സ്പിരിച്വൽ ഫോക്കസിലേക്ക് മാറുമ്പോൾ, ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ മങ്ങി ഇതുപോലുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾ തിളങ്ങി വരും. ഇവിടെ 5 കാര്യങ്ങൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. എഴുതിയെടുക്കാൻ തയ്യാറായിക്കോ. 5 കാര്യങ്ങളാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അതിൽ കമൻറ്റ് ബോക്സിലൊക്കെ ടൈപ്പ് ചെയ്യാൻ, ചാറ്റ് ഹോസ്റ്റുകൾ റെഡിയാകുക, പുസ്തകത്തിൽ എഴുതാൻ അല്ലെങ്കിൽ മൊബൈൽ ടൈപ്പ് ചെയ്യാൻ എല്ലാവരും റെഡിയാകുക. 5 പ്രെയർ പോയിന്റ്സ് ഈ ഭാഗത്തുണ്ട്. അതിലൊന്ന് ഇതാണ്: ഐ പ്രേ ദാറ്റ് out of his glorious riches he may strengthen you with power through his spirit in your inner being. Prayer point number 1. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, glorious riches, മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ അങ്ങ് ഒരല്പം അങ്ങ് ലളിതവൽക്കരിക്കാൻ പോവാം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എന്താ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൂട്ടുന്നത് നമുക്കും മനസ്സിലാകുന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാകും. ഭയങ്കര ഗംഭീര പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന സംഭവം സൂപ്പറാണ്, കഠിനാവടി പോലത്തെ പ്രാർത്ഥന. പക്ഷെ എന്താ പ്രാർത്ഥിച്ചെന്ന് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് ഞാനിതിനെ ഒരല്പം ലളിതമാക്കി സിംപ്ലിഫൈ ചെയ്ത് തരാൻ പോവാം, സോ ദാറ്റ് എല്ലാവർക്കും മനസ്സിലായി പ്രാർത്ഥിക്കാവുന്ന ഒരു രീതിയിലോട്ട്. പോയിന്റ് നമ്പർ 1, ഫോർ സ്ട്രെങ്ത് ഇൻ അവർ ഇന്നർ മാൻ. ഇത്രേ ഉള്ളൂ. ആന്തരിക മനുഷ്യന് ശക്തി വരണം. പറഞ്ഞേ, ആന്തരിക മനുഷ്യന് ശക്തി വേണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പുറത്തെ ശക്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൂസ്റ്റ്, ഭക്ഷണം കഴിക്കുന്നത്, ചിക്കൻ, മട്ടൺ, സൂപ്പ്, അതും ഇതൊക്കെ ക്ഷീണമെന്ന് തോന്നുമ്പോഴേക്കും അതിന് പറ്റിയ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന എന്തിനു വേണ്ടി? ഇതെന്ന് ശരിയാകാൻ വേണ്ടിയിട്ട്. പക്ഷെ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഇത് ശരിയാകാൻ വേണ്ടിയിട്ടില്ല, അകത്തെ മനുഷ്യൻ. ഹലോ, നിങ്ങളുടെ പുറത്തെ മനുഷ്യന്റെ ഉള്ളിൽ ഒരു അകത്തെ മനുഷ്യൻ ഇരിപ്പുണ്ട്. പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ പുറത്തെ മനുഷ്യന്റെ അകത്ത് ഒരകത്തെ മനുഷ്യൻ ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് കണ്ടുകൂടാ, പക്ഷെ കർത്താവിന് കാണാം. കണ്ണ് തുറന്നാൽ നമുക്കും കാണാം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് അടുത്ത ദിവസങ്ങളിൽ പറയാൻ വെച്ചതാണ്, അല്പം നേരത്തെ പറയുവാണ്. ഈ രക്ഷിക്കപ്പെടുന്ന ദിവസം നമ്മുടെ സ്പിരിച്വൽ സെൻസസ് അങ്ങ് ആക്റ്റീവാകും. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, വീണ്ടും ജനിച്ച് കഴിയുമ്പോൾ സ്പിരിച്വൽ സെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുള്ളത് പോലെ തന്നെ ആത്മാവിന് ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്, സെൻസസ് ഒക്കെ ഉണ്ട്. സ്പിരിച്വൽ സെൻസസ് അതങ്ങ് ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഈ അല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതൊന്നും മനസ്സിലായി. പൗലോസിൻ്റെ ഈ പ്രാർത്ഥനയൊക്കെ കിട്ടിയ പൊട്ടിച്ചിരിക്കാനത് തോന്നും. മനുഷ്യൻ ഇവിടെ എത്രയോ പേര് ചിലർ പറയുകയാണ് ഈ ആത്മാവെന്നൊക്കെ പറഞ്ഞ് നടക്കാതെ എത്രയോ പാവങ്ങൾ ഭാരതത്തിലുണ്ട്, അവർക്കൊക്കെ വല്ലത് കഞ്ഞി വെച്ച് കൊടുക്കും നിങ്ങൾ എന്ന് പറയുന്നവരുണ്ട്. ഈ കഞ്ഞി വെച്ച് കൊടുത്താലും ചോറ് വെച്ച് കൊടുത്താലും സാമ്പാർ വെച്ച് കൊടുത്താലും അത് തിന്ന് വലുതാകുന്ന ശരീരം നാളെ മരിച്ച് മണ്ണിൽ മറയും. പക്ഷേ ആ സമയത്ത് അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നൊരു ആന്തരിക മനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യൻ. ആ അകത്തെ മനുഷ്യനെ പോഷിപ്പിച്ചില്ലെങ്കിൽ ഈ സാമ്പാർ കൊടുത്തതും ചോറ് കൊടുത്തതും എല്ലാം വെറുതെ. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം എന്താണ്? അകത്തെ മനുഷ്യന് ശക്തിപ്പെടണം. അതിന് കൂടാതെ കുറേ ഓർണമെന്റൽ കുറേ അഡ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ വിടുകയാണ്. കാര്യം മനസ്സിലായ പോരെ? അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നമ്പർ 2,
അതിനുശേഷം എന്താ പറയുന്നത് നമുക്ക്? സോ ദാറ്റ് ക്രൈസ്റ്റ് മേ ഡ്വെൽ ഇൻ യുവർ ഹാർട്ട്സ് ത്രൂ ഫെയ്ത്ത്. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? ക്രൈസ്റ്റ് ഷുഡ് ഡ്വെൽ ഇൻ അവർ ഹാർട്ട്സ്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ. വിശ്വാസത്താൽ അത് ആ ഓർണമെന്റിലൊക്കെ വിടും. ക്രിസ്തു അകത്ത് വസിക്കണം. പറ, ക്രിസ്തു അകത്ത് വസിക്കണം. ഒന്നാമത്തേത് പറ, അകത്തെ മനുഷ്യൻ ബലപ്പെടണം. രണ്ടാമത്തേത് ക്രിസ്തു അകത്ത് വസിക്കണം. ക്രിസ്തു അകത്ത് വസിക്കണം. ഹലോ, ക്രിസ്തു അകത്ത് വസിക്കണം. അത് രണ്ടാമത്തെ പ്രേ പോയിന്റ്. മൂന്നൊന്ന് വായിച്ചേ. അടുത്ത ക്രിസ്തു 17-ാമത്തെ വചനത്തിലാണ് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. അടുത്തതാണ്, ആൻഡ് ഐ പ്രേ ദാറ്റ് being rooted and established in love. സ്നേഹത്തിൽ വേരൂന്നണം. മൂന്നാമത്തെ എഴുതുക, സ്നേഹത്തിൽ വേരൂന്നണം. We should be rooted and grounded in love. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. സ്നേഹത്തിൽ വേരുറക്കണം, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം, സ്നേഹത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകണം, സ്നേഹത്തിൽ സ്ഥിരതയുണ്ടാകണം, സ്നേഹത്തിൽ നിറയണം. അതാണ് മൂന്നാമത്തെ പ്രയർ പോയിന്റ്. നാലാമത്തേത് നോക്കാം. That you may have power together with all the Lord's people to grasp how wide and long and high and deep is the love of Christ. എന്താണ് അതൊന്ന് വായിച്ചേ? വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കണം. അതായത് ദൈവസ്നേഹത്തിന്റെ, ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെ വീതി നീളം ഇതെല്ലാം അറിയാനായിട്ട്, സ്നേഹത്തെ അറിയാൻ, അത് നമ്മളൊന്ന് ഒരു ലളിതവൽക്കരിക്കാൻ പോവുക. ഇംഗ്ലീഷിലാണെങ്കിൽ we should understand the dimensions of Christ, God's love in Christ. Dimensions of love in Christ എന്ന് വെച്ചാൽ ദൈവസ്നേഹത്തിന്റെ അളവുകൾ മനസ്സിലാക്കാൻ. ഹലോ, ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിന്റെ അളവ് നമുക്ക് മനസ്സിലാകണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ചാമത്തേത് നോക്കാം. അഞ്ചാമത്തെ എന്താണ്? ഒന്ന് വായിച്ച് ബാക്കിയുള്ള ഭാഗം വായിച്ചിട്ട്, ആൻഡ് ടു നോ ദിസ് ലവ് ദാറ്റ് സർപാസസ് നോളജ് ദാറ്റ് യു മേ ബി ഫിൽഡ് ടു ദ മെഷർ ഓഫ് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. എന്ന് വെച്ചാൽ വി ഷുഡ് ബി ഫിൽഡ് വിത്ത് ദ ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിറവിനാൽ നിറഞ്ഞു വരുവാൻ, നിറയപ്പെടാൻ, ദൈവത്തിൻ്റെ നിറവുണ്ടാകുവാൻ. അഞ്ചാമത്തേത് ദൈവത്തിൻ്റെ നിറവുണ്ടാകാൻ. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ എന്താണ്? അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ, അകത്തെ മനുഷ്യനിൽ ശക്തി വരണം, അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അടുത്തത് ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുവാൻ, അകത്ത് വസിക്കുവാൻ. മൂന്നാം, സ്നേഹത്തിൽ വേരൂന്നുവാൻ. 4, ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അളവുകൾ മനസ്സിലാക്കാൻ. പിന്നെ എന്താണ്? ദൈവത്തിന്റെ എല്ലാ നിറവിലും നിറയുവാൻ. ഈ 5 കാര്യങ്ങളാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഇത് മുഴുവൻ എന്താണ്? അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഹല്ലേലൂയ. പൊതുവെ മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ അളക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്വന്തം സ്ഥലമുണ്ടോ, സ്വന്തം വീടുണ്ടോ, സ്വന്തം ഫ്ലാറ്റുണ്ടോ, എത്ര രൂപ FD ഉണ്ട്, ഏതൊക്കെ ഷെയറിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, അവൻ്റെ ആസ്തി എത്രയാണ്, അത് വെച്ചിട്ടാണ് സൊസൈറ്റിയിൽ അവൻ്റെ ഇതൊക്കെ ഒന്ന് അല്ലേ അളക്കുന്നത്. അതിൻ്റെ ഇതൊക്കെ ഒന്ന് അളക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ കർത്താവ് നോക്കുന്നത് ഇതൊന്നുമല്ല. ഇതൊക്കെ അവൻ അവിടെ ഇട്ടിട്ട് പോരൂലേ. ഇത് എത്ര ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും അത് അവിടെ ഇട്ടിട്ട് ആൾ പറക്കും. ആ സമയത്ത് അവൻ സമ്പന്നനായിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2 തരം റിച്ചസ് ഉണ്ട്. വേൾഡ്ലി റിച്ചസ് ആൻഡ് ഗോഡ്ലി റിച്ചസ്. എർത്ത്ലി റിച്ചസ് ആൻഡ് ഹെവൻലി റിച്ചസ്. മെറ്റീരിയൽ റിച്ചസ് ആൻഡ് സ്പിരിച്വൽ റിച്ചസ്. പറഞ്ഞു, ലോകത്തിന്റെ ധനവും ദൈവികമായിട്ടുള്ള സ്വർഗീയമായ ധനം, അതുപോലെ തന്നെ ഭൗതികമായ ധനവും ആത്മികമായ ധനവും. ഇങ്ങനെ 2 തരം സമ്പന്നതയുണ്ട്. അതിൽ പൗലോസ് ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണെന്ന് അറിയാമോ? ഈ ഭൂമിയിൽ നിങ്ങൾ ദരിദ്രരാണെങ്കിലും ഇടത്തരക്കാരനാണെങ്കിലും സമ്പന്നനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു BPL ആണെങ്കിലും APL ആണെങ്കിലും, ഇതിനിടയ്ക്ക് MPL എന്തൊക്കെയുണ്ടോ അതെല്ലാം, എന്ത് PL ആയാലും എന്തിലാണ് നിങ്ങളുടെ നിലവാരം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എന്താണെങ്കിലും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ ആത്മീയമായി സമ്പന്നരാണോ? അതിനുള്ളൊരു പ്രെയറാണ് ഇവിടെ കാണുന്നത്. എൻ്റെ ഒരു ഫോക്കസ് മെയിൻലി കാണുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ
പരിപോഷിപ്പിക്കപ്പെട്ട് ശക്തിപ്പെട്ട് സ്നേഹത്തിൽ വേരൂന്നി നിറഞ്ഞ് ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എല്ലാം മനസ്സിലാക്കി ക്രിസ്തു നിങ്ങളിൽ സമ്പന്നമായി വസിച്ച് ദൈവത്തിൽ നിറഞ്ഞു ജീവിക്കണം. അകത്തൊരു നിറവുണ്ടാകണം. ഓ വാട്ട് എ പ്രയർ! എത്ര പേർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഇറ്റ് ഈസ് എ സൂപ്പർ പ്രയർ. ഇന്ന് എല്ലാം മനസ്സിലായില്ലേലും ആത്മീയമായി വളരുന്നതിനനുസരിച്ച് നാളുകളിൽ നിങ്ങൾക്കിത് പിടുത്തം കിട്ടും. ഈ 5 പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവുക, ഉത്തരം പറയണം. ശാരീരികമായി ഒരു മനുഷ്യൻ ശക്തനാണ്, ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാവും? ക്ഷമാസിഷ്ട ആശയങ്ങളൊന്ന് ആദ്യം പറയാം, എന്നിട്ട് നിങ്ങൾ പറയാം. അദ്ദേഹത്തിന് നല്ല എന്താ പറയാ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തിയുണ്ട് എന്ന് വെച്ചാൽ രോഗങ്ങൾ വന്നാൽ ചെറുത്ത് നിൽക്കാനുള്ള പ്രതിരോധ ശേഷിയുണ്ട്. ഓക്കെ, പിന്നെ ആരോഗ്യം അല്ലെ, രോഗങ്ങൾ അദ്ദേഹത്തിന് വരുന്നില്ല. അതാണ് പ്രധാനമായിട്ട് ആരോഗ്യത്തിന്റെ ലക്ഷണമായിട്ട്. ശക്തി എന്ന് പറയുമ്പോൾ, കായിക ശക്തി എന്ന് പറയുമ്പോൾ എന്താ? മസിൽസ് അല്ലെ, സ്ട്രോങ് മസിൽസ്, സ്ട്രോങ് ബോൺസ് അല്ലേ, അസ്ഥികൾക്ക് ശക്തി. അതുപോലെയുള്ള പല പല ശക്തിയും ഉണ്ട്, ആരോഗ്യമുണ്ട്. ശക്തൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അതല്ലേ, ശക്തൻ, കായിക ശേഷിയുള്ളത് എന്ന് വെച്ചാൽ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ. നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, ഈ വലിയ ചിലപ്പോൾ കോൺക്രീറ്റ് ടൈൽസ് അല്ലെങ്കിൽ ബ്രിക്കുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ചിലർ കൈയുടെ ഈ ഭാഗം കൊണ്ട്, അപ്പോൾ ഗാലറിയിലൊക്കെ ഇരുന്ന ആളുകൾ ആക്ഷൻ വളരെ സൂപ്പർ ആയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിൻ്റെ വീഡിയോ അങ്ങനെയുള്ള ഇതൊക്കെ കാണൂലേ, നിങ്ങൾ കണ്ടു കാണും, വീഡിയോയിൽ കാണും, ടി വിയിലൊക്കെ കണ്ടു കാണും. പിന്നെ അടുത്തത് ഹെവി വെയ്റ്റ് ചാമ്പ്യൻസ്. അവരിങ്ങനെ വന്ന് മസിലൊക്കെ വിരിച്ച് നിന്ന് ഒരു ആക്ഷൻ, ഒരു പ്രിപ്പറേഷനൊക്കെ, വാർമിംഗ് അപ്പ് ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ വെയിറ്റ് ഇട്ടിരിക്കുന്ന ആ സാധനം ഉണ്ട് അതെടുത്ത് പൊക്കുന്നു. ഗാലറിയിലൊക്കെ എന്നാ കൈയടി. അതാണ് കായിക ബലം. ഓടാനുള്ള കഴിവ്, ചാടാനുള്ള കഴിവ്, വെയിറ്റ് എടുക്കാനുള്ള, അല്ലേ, വലിയ ഹെവി വെയിറ്റ് ചാമ്പ്യൻസ്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുള്ള ശക്തി. ഇതിനെയാണ് നമ്മൾ ഒരു ശക്തനായ ഒരു മനുഷ്യൻ, കായികമായി ഫിസിക്കലി സ്ട്രോങ് ആയ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ അകത്ത് വരുന്നത്. നിങ്ങളുടെ അകത്ത് എന്താ വരുന്നത്, അല്ലേ? ഈസ് എ സ്ട്രോങ് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പണ്ടത്തെ ഒരു ബ്രൂസ്ലി ഉണ്ടായിരുന്നു, ഇദിയമീൻ ഉണ്ടായിരുന്നു. ഇദിയമീനല്ല, ആ ഇടിക്കുന്ന ആളുടെ പേരെന്താ? മുഹമ്മദ് അലി. എനിക്കറിയില്ല, ഒരു വലിയ സംഭവം. മുഹമ്മദ് അലി, ഇദിയമീൻ അല്ല, മുഹമ്മദ് അലി. ഇങ്ങനെയുള്ള മല്ലന്മാർ ഈ ഭൂമിയിൽ ഈ ബിബ്ലിക്കലി ആണെങ്കിൽ നമ്മൾ സാംസൺ ഓർക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഭയങ്കരന്മാർ ഉണ്ടായിരുന്നു, മല്ലന്മാരുണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തും മല്ലന്മാർ എന്നുള്ള ജയന്റ് റേസ് തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ട് ബൈബിള് പറയുന്നു. ഒരു ജയന്റ് റേസ് ഉണ്ടായിരുന്നു. ഗോലിയാത്തിൻ്റെ ഒക്കെ ഫിലിസ്തീൻ മല്ലന്മാർ, അങ്ങനെ ഒരു അനാക്യ മല്ലന്മാർ, അങ്ങനെ പല ടൈപ്പ് മല്ലന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചു. പിന്നെ നിമ്രോദ് എന്ന് പറഞ്ഞൊരു ഭയങ്കരനുണ്ടായിരുന്നു, ഭയങ്കര ഒരു ആർച്ചർ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറേ പേരുകളുണ്ട്. എന്നാൽ ഇന്നർ മാൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തെ മനുഷ്യൻ ശക്തൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഞാൻ പറഞ്ഞു തരാം, എഴുതിക്കോ, എഴുതി വെച്ചു, അതിൽ ഫോക്കസ് ചെയ്ത് ഇനിയുള്ള വർഷങ്ങൾ അങ്ങ് ജീവിച്ചു. അകത്ത് ഒരു മനുഷ്യൻ ശക്തനാണെന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by being strong in the inner being, inner man? Number 1, strength to stand against all obstacles in life. Praise God. Strength to swim against the flow. Amen. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ അതിൽ ചെറുത്ത് നിൽക്കാനുള്ള ശക്തിയാണ് ആന്തരിക മനുഷ്യന്റെ ബലം എന്ന് പറയുന്നത്. ഒന്നുകൂടി ആമേൻ പറഞ്ഞു. നിങ്ങൾ ആമേൻ പറയാമോ? ഞാൻ പറയട്ടെ, 6 അടി 2 ഇഞ്ച് പൊക്കം, വെയിറ്റ് 130 കിലോഗ്രാം,
കണ്ടാൽ തന്നെ ആളെ വാതിലൊന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അതുപോലത്തെ ഒരു മനുഷ്യൻ, ബാഹു. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ ഒരു നിസ്സാരമായ ഒരു പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എത്രയോ പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ കേട്ടു. ചിന്തിച്ചു നോക്ക്. എന്ന് പറഞ്ഞാൽ മസിൽ പവറുണ്ട്. ആരെ വേണമെങ്കിലും ഇടിച്ച് മലർത്താം. കരാട്ടെ, ബ്ലാക്ക് ബെൽറ്റും ബ്ലൂ ബെൽറ്റും പിന്നെ എന്തൊക്കെ ബെൽറ്റുണ്ട്, ബ്രൗൺ ബെൽറ്റും, എല്ലാ ബെൽറ്റും ഉണ്ട്. പക്ഷേ മനസ്സിന് ശക്തിയില്ല. നിസ്സാരമായ ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ മണി പവർ ഉള്ളവർ. ഇപ്പം കഴിഞ്ഞ ദിവസം കാപ്പി രാജാവ് അല്ലെ, കോഫി രാജാവ്, അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ജീവിതത്തിൽ വന്നൊരു വലിയ പ്രശ്നത്തിൽ. Number 2, strength to support burdens, carry other people's problems along with their own. നമ്മുടെ ജീവിതഭാരങ്ങൾ കൂടാതെ, ജീവിതഭാരം എന്ന് ഉദ്ദേശിക്കുന്നത് 150 കിലോഗ്രാം പൊക്കുന്ന കാര്യമല്ല പറയുന്നത്, ലൈഫിൽ വരുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടേത് കൂടാതെ മറ്റു ചിലരുടെ കൂടെ ഒന്ന് പൊക്കി കൊടുക്കാൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. the burdens of life വരുമ്പോൾ അതിൽ അവരവരുടെ ഭാരവും മറ്റുള്ളവരുടെ ചിലവരുടെ ഭാരവും കൂടെ ഒന്ന് ഉയർത്തുവാനുള്ള അകത്തുള്ള ശക്തി. 3, strength to stand against all demonic attacks. പൈശാചിക ശക്തികൾ, പാമ്പുകളും തേളുകളും പിശാചിൻ്റെ സകല ബലവും വേട്ടക്കാരൻ്റെ സകല അസ്ത്രങ്ങൾ വന്നാലും ആത്മാവിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ആന്തരിക മനുഷ്യൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അടുത്തത്, സ്ട്രെങ്ത് ടു ലിവ് എ ഹോളി ലൈഫ്. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ശക്തി, മോറൽ കറേജ്. ഒഴുക്കിനൊത്തൊഴുകാതെ ഞാൻ ദൈവത്തിന് വേണ്ടി, വചനത്തിൽ വിശുദ്ധിക്ക് വേണ്ടി 21-ാം നൂറ്റാണ്ടല്ല ഇനി 31-ാം നൂറ്റാണ്ട് വന്നാലും ഒഴുകിപ്പോകാതെ, ലൗകികമായ രീതിയിൽ പോകാതെ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അകത്തുള്ളൊരു മോറൽ കറേജ്. ക്ഷമാ സിസ്റ്റർ എന്താ ഒന്നും മിണ്ടാത്തെ? എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. Number 6, strength to be a witness to the Lord Jesus. യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കാനുള്ള ശക്തി. നിങ്ങളിൽ എത്ര പേർ മോർണിംഗ് ഗ്ലോറി രാവിലെ കണ്ട് നോട്ട്സ് എഴുതി ഹാലലിയും സ്തോത്രം എമിയോടൊപ്പം നെഹമയോടൊപ്പം ബ്രദർ സഹിത്തിനോടൊക്കെ പാടിയിട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതലായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാൻ ഗട്ട്സ് ഉള്ള എത്ര പേരുണ്ട്? യേശുവിനെ കുറിച്ച് ലഞ്ച് ബ്രേക്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് പറയാൻ എത്ര പേർക്ക് ആ സമയത്തൊക്കെ വിറക്കുമല്ലോ, കയ്യിൽ നിന്ന് കാലിൽ നിന്നൊക്കെ എന്തുകൊണ്ടൊരു ഒരു സാധനം കയറി വരുന്ന പോലെ ഒരു നാണോ ഒക്കെ വരാറുണ്ടോ? എൻ്റെ അർത്ഥം അകത്ത് ശക്തിയില്ലെന്നാ. യേശുവിൻ്റെ സാക്ഷിയാകാനുള്ള ശക്തി, ഇതൊക്കെയാണ് ആന്തരിക മനുഷ്യൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത്. ഇനി എന്തൊക്കെയാ പറയാൻ കിടക്കുന്ന കർത്താവേ? പറയട്ടെ, സമയമുണ്ടോ? പറയട്ടെ വേഗത്തിൽ. സ്ട്രെങ്ത് ടു ലവ് ഈവൻ ദ എനിമീസ്, ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള ശക്തി. അതാ ആന്തരിക മനുഷ്യന്റെ ശക്തി. ഇങ്ങനെ ഇടിച്ചു മറിക്കുന്നതല്ല. ഇവിടെ നോക്കിയേ, ഭാര്യയെ അടിച്ച് വീഴ്ത്തിയിട്ട് അവിടെ മീശ വിരിച്ച് വീരനായിട്ട് ഞാൻ വലിയ ആളാണെന്ന് പറയുന്നതല്ല ശക്തി. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ കാണിച്ചു തരാം. അതൊന്നുമല്ല ആന്തരിക മനുഷ്യന്റെ ശക്തി. ആന്തരിക മനുഷ്യന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത് നോക്കണേ, സ്ട്രെങ്ത് ടു സ്റ്റേ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ് ആൻഡ് മാൻ. ദൈവത്തോടും മനുഷ്യരോട് വിശ്വസ്തത പുലർത്താനുള്ള ശക്തി. സ്ട്രെങ്ത് ടു സ്റ്റേ ഹംബിൾ ഈവൻ വെൻ പീപ്പിൾ പ്രൈസ് യു. ആളുകൾ നിങ്ങളെ വാനോളം പൊക്കി പുകഴ്ത്തി ആ അറ്റത്ത് ടവറിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിൽ വരെ എത്തിക്കുമ്പോഴും താഴ്മയോടെ ഞാൻ ഇതൊക്കെ ഉള്ളൂ എന്ന് പറയാനുള്ള, എന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല, നാടൻ ഭാഷ ഒരെണ്ണം പറയാൻ വന്നാൽ ഞാൻ പറയുന്നില്ല, പിന്നെ അടുത്ത വർഷം പ്രശ്നമുള്ള കാര്യമാണ് പറയാൻ. വേണ്ട, പ്രശ്നമൊന്നുമില്ല, എന്നാലത് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താ പറഞ്ഞു പൊങ്ങിപ്പോകുമ്പോഴേ ബാക്കി പറഞ്ഞു അറിയില്ല, പൊങ്ങനായി പോകാതിരിക്കാനുള്ള ശക്തി. ആളുകൾ ഇങ്ങനെ പൊക്കുന്ന ഒരു നാളെ ഇട്ട് കളയുന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണല്ലോ. അതുകൊണ്ട് ഇന്ന്
വാനോളം പുകഴ്ത്തുന്നവർ നാളെ നിന്നെ ഇകഴ്ത്തും. അപ്പോൾ പൊങ്ങിപ്പോകാതെയും ചിലർ അടുത്ത അതാണ് സ്ട്രെങ്ത് നോട്ട് ടു ബി ഒഫൻഡഡ് വെൻ പീപ്പിൾ ഹ്യൂമിലിയേറ്റ് യു. നിന്നെ മറ്റുള്ളവർ ചവിട്ടി താഴ്ത്തുമ്പോൾ അയ്യോ ചതഞ്ഞേ, ആളുകൾ എന്നെ അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ് കിടക്കാതിരിക്കുവാനുള്ള ശക്തി. ഇതൊക്കെയാണ് ആന്തരിക മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഒരെണ്ണോട് പറഞ്ഞേക്കാം, സ്ട്രെങ്ത് ടു സ്റ്റിൽ വർഷിപ്പ്, പ്രൈസ് ആൻഡ് താങ്ക് ഗോഡ് when everything is falling apart. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമ്പോഴും പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തെ ആരാധിക്കുവാനുമുള്ള ശക്തി. ജോബൊക്കെ ചെയ്ത പോലെ, യോബ് ചെയ്ത പോലെ എല്ലാം പോയി. ബിസിനസ്സും പോയി, കുടുംബജീവിതവും പോയി, മക്കളും മരിച്ചു, വേലക്കാരും പോയി, സമ്പത്തും പോയി, ശരീരത്തെ മുഴുവൻ ചൊറി പിടിച്ച് മണ്ണിലിരിക്കുമ്പോൾ അവൻ വീണ് ദൈവത്തെ നമസ്കരിച്ചു. Are you strong in the inner being? ഞാൻ ചോദിക്കുകയാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് ഞാൻ മേടിച്ചു. നല്ലത്. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും മെഡൽ കിട്ടി. നല്ലത്. ഒക്കെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ബ്രദറിനെ ഞാൻ കാണിച്ചു തരാം എനിക്ക് കിട്ടിയ പതക്കങ്ങൾ, മെഡലുകൾ, ട്രോഫികൾ, പുരസ്കാരങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ. നല്ലത്. ബാങ്കിൽ എൻ്റെ ബാലൻസ് എത്രയാണെന്നറിയാമോ? നല്ലത്. എനിക്ക് എത്ര വീടുണ്ടെന്നറിയാമോ? ഫ്ലാറ്റ് ഉണ്ടെന്നറിയാമോ? മോസ്റ്റ് മോഡേൺ കാർ ഉണ്ടെന്നറിയാമോ? നല്ലത്. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ആർ യു സ്ട്രോങ് ഇൻ യുവർ ഇന്നർ ബീയിങ്? പൗലോസിൻ്റെ പ്രാർത്ഥന, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടിട്ട്. പൗലോസ് പറഞ്ഞത് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ച് പോകുന്നു. പ്രായമായി മിഷനറി യാത്രയും തല്ലും കല്ലേറും അടിയും ഒക്കെ കൊണ്ട് ചവിട്ടുകൊണ്ട് ഞങ്ങളുടെ പുറത്തുള്ളതെല്ലാം ഇങ്ങനെ ക്ഷീണിച്ച് വരും. പക്ഷെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. Just think about that. Yes. Amen. Oh Jesus Lord. Praise you Lord. പണ്ടൊരു മലയാളം പാട്ടുണ്ടായിരുന്നു, കൂട് വിട്ടൊടുവിൽ ഞാനൻ നാട്ടിൽ വീടിൻ്റെ മുമ്പിലെത്തും. എന്താണ് കൂട്? ഈ മനുഷ്യ ശരീരം. അപ്പോൾ ഒരു ദിവസം ഈ കൂട് വിട്ട് പുറത്തോട്ട് വന്ന ഒരു കിളി, ഒരു പക്ഷി കൂട് വിട്ട് പുറത്തു വന്ന ശരിക്കുള്ള എൻ്റെ ശാശ്വത വീടിൻ്റെ മുമ്പിൽ ഒരു ദിവസത്തും. അപ്പോൾ ആ സമയത്ത് ഇത്രയും നാൾ കൂടിന് വേണ്ടി സമ്പാദിച്ച്, കൂടിനെ മിനുക്കി, കൂടിനെ പോളിഷ് ചെയ്ത്, കൂടിന് പെയിൻ്റ് അടിച്ചു, കൂടിൽ ലിപ്സ്റ്റിക് ഇട്ട്, കൂടിൽ ഓർണമെൻറ്റ്സ് ഇട്ട്, കൂടിൽ കമ്മലിട്ടു, കൂടിന് വേണ്ടി എല്ലാം ചെയ്തു. പക്ഷേ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അങ്ങനെ ദരിദ്ര കോമരനായി ഞാൻ അവിടെ എത്തും. അങ്ങനെയാണോ അതോ ഈ കൂട് പതുക്കെ ക്ഷയിച്ചു പോയാലും പൗലോസിനെ പോലെ, പൗലോസ് പ്രാർത്ഥിച്ച പോലെ ബുദ്ധിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച്, ബുദ്ധിയുള്ള ഫോക്കസോടുകൂടെ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ടൈം, റിസോഴ്സസ് ആൻഡ് എനർജി. റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. റോങ് ഫോക്കസ് വിട്ട് റൈറ്റ് ഫോക്കസിലേക്ക് വരണം. ക്ഷമ സിസ്റ്റർ പറഞ്ഞേ, ഇൻസൈഡ് ഔട്ട്. അകത്താദ്യം പ്രാധാന്യം കൊടുത്തിട്ട് പുറത്തേതിന്. സത്യം പറഞ്ഞാൽ ഈ ഫോക്കസിലേക്ക് വന്നാൽ മിക്കവാറും ഒത്തിരി പേര് പ്രശ്നങ്ങൾ അതോടെ തീരുകയാണ്. ഒത്തിരി പേര് പ്രശ്നങ്ങളെ തീർന്നു. കാരണം അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതാണ് വലുത് എന്ന് മനസ്സിലായാൽ തന്നെ എത്ര ഭയങ്കരമാണ്. ഒത്തിരിയൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ എൻ്റെ സമയം തീരുകയാണ്. Are you strong in your inner being? Are you strong in your inner being? നിങ്ങളുടെ ആന്തരിക മനുഷ്യന് ശക്തിയുണ്ടോ? ബലമുണ്ടോ? ശക്തി പ്രാപിക്കുന്നുണ്ടോ? കഴിഞ്ഞ നാളുകൾ പോട്ടെ, ഇനി അങ്ങോട്ട്
ശക്തി പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പെട്ടെന്ന് ആ ലൈഫ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ, ഐ വോണ്ട് ടു ബി സ്ട്രോങ് ഇൻ മൈ ഇന്നർ ബീയിങ്. എൻ്റെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കമൻറ്റ് ബോക്സിലോ ലൈവ് ചാറ്റിലോ ഒക്കെ അങ്ങ് ടൈപ്പ് ചെയ്തേ. അതൊരു പ്രാർത്ഥനയായി മാറട്ടെ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞവർ കൈകൾ ഉയർത്തിപ്പിടിച്ചത് കർത്താവിനോട് കർത്താവേ, എൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു, എൻ്റെ വീടിന് വേണ്ടി ഞാൻ ജീവിച്ചു, എൻ്റെ വാഹനത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു, ബിരുദങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, ഒത്തിരി വെട്ടിപ്പിടിക്കാനായി എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ കളഞ്ഞു. ആസ്തി വർദ്ധിപ്പിക്കുവാനും കീർത്തി വർദ്ധിപ്പിക്കാനും ഒത്തിരി ഇതിനെല്ലാം വേണ്ടി ഞാൻ എൻ്റെ സമയം കളഞ്ഞപ്പോൾ, എന്നാൽ ഇനി അങ്ങോട്ട് അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ, ക്രിസ്തു എന്നിൽ വസിക്കുവാൻ, അവൻ്റെ സ്നേഹത്തിൽ വേരൂന്നുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ഡയമെൻഷൻസ്, അളവുകൾ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ നിറവോളം എല്ലാം നിറയുവാൻ. കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, കർത്താവേ, കർത്താവേ. പരിശുദ്ധാത്മാവ് ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരെയും, ഞങ്ങൾ ഉൾപ്പെടെ, എന്നെയും ഷമാ സിസ്റ്ററേയും, ഇവിടെ ആയിരിക്കുന്ന സജിത് ബ്രദറിനെ, നെഹ്മായെയും എമിയെയും, ഞങ്ങളെല്ലാവരെയും, ബ്ലെസ്സിംഗ് ടുഡേയിലെ ശുശ്രൂഷകരെയും, ഇത് കാണുന്ന വ്യൂവേഴ്സിനെയും എല്ലാവർക്കുമായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഫോക്കസ് ക്രിസ്തുവിലായിരിക്കട്ടെ, അകത്തെ മനുഷ്യരിലായിരിക്കട്ടെ. പൗലോസിന് ആ ബോധം ലഭിച്ചു, പൗലോസിന് ആ ജ്ഞാനം ലഭിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത് ഇമ്പാർട്ട് ചെയ്യണമേ കർത്താവേ. വലിയൊരു ആത്മാന്തരീക്ഷം ഞാൻ അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവ്, ഓ മൈ ജീസസ്, താങ്ക് യു. ഐ ഫീൽ എ സ്ട്രോങ് presence of God. I feel a strong anointing. He is setting things right. Priorities കർത്താവ് കറക്റ്റ് ആക്കിയാണ്. ഹല്ലേലൂയ. ചിലരോട് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയാതിരുന്ന ബിരുദങ്ങളെ ഓർത്തൊന്നും ദുഃഖിച്ച് കുണ്ഠിതപ്പെട്ട് റിഗ്രറ്റ് ചെയ്തിരുന്ന സമയങ്ങളെയല്ലേ. PSC ടെസ്റ്റിൽ എനിക്ക് കിട്ടിയില്ല, ഗവൺമെൻറ് ജോലി എനിക്ക് കിട്ടിയില്ല, ആഗ്രഹിച്ച ആളെ കല്യാണം കഴിക്കാൻ കാളായതല്ല, ഇതെല്ലാം എത്ര വർഷം നിൽക്കും. എന്നാൽ അകത്തെ മനുഷ്യനൊന്ന് ശക്തിപ്പെട്ട് ഏതൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലും ധൈര്യത്തോടെ നട്ടലോടെ നിൽക്കുവാൻ, മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കാൻ, യേശുവിൻ്റെ സാക്ഷിയായി മാറാൻ. 12 കാര്യങ്ങളോളം ഞാൻ പറഞ്ഞു. അത് ചെറിയൊരു ലിസ്റ്റ് മാത്രമാണ്, ഇനി അതും കൂട്ടിച്ചേർക്കാം. What do you mean by strengthen the inner being? Hallelujah. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി അത് കൂട്ടിച്ചേർക്കാം. ദൈവത്തോടൊന്ന് പറ, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ആരും ഈ സമയത്ത് ചാനൽ മാറ്റരുത്, ക്വിറ്റ് ചെയ്യരുത്, ലീവ് ചെയ്യരുത്. ചില നിമിഷങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. കടുത്ത തലവേദന ആരുടെയൊക്കെ വിട്ടുപോകുന്നുണ്ട്, മൈഗ്രെയിൻ പോലെയുള്ളത് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകും. കുടലിനകത്തുള്ള കുരുക്കൾ സൗഖ്യമാകാൻ ഞാൻ കാണുന്നു. കിഡ്നികൾ സൗഖ്യമാകുന്നു, കരൾ വീക്കം സൗഖ്യമാകുന്നു, അപ്പൻഡിക്സ് സൗഖ്യമാകുന്നു, ഫൈൽ സൗഖ്യമാകുന്നു, ക്യാൻസർ സൗഖ്യമാകുന്നു, ഫൈബ്രോയിഡ് മാറിപ്പോകട്ടെ. മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. വിട്ടുമാറാത്ത ദുശ്ശീലങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ദയവായി പ്ലീസ് 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 ഈ വീഡിയോ എല്ലാവർക്കും, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി വയ്ക്കുക. താങ്ക് യു ജീസസ്. രോഗികളെല്ലാം സൗഖ്യമാകട്ടെ. ഇന്ന് വൈകിട്ട് നമുക്കുള്ള ഫാസ്റ്റിംഗ് പ്രേയറിൽ പങ്കെടുക്കുക 7 മണിക്ക്. നമുക്ക് ചേർന്നൊന്ന് പാടിയേ. Yes, Lord. അഗ്നിയിൽ കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ.
നീ എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താ